അല്ല ഗായ്സ്, അപ്പം എന്താ വിശേഷം? ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലോട്ട് പോയി കേട്ടോ. വേറൊന്നിനും അല്ല, ഇത് കണ്ടോ, മിനി ബോംബ് എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മിനി ബോംബ് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നോക്ക് കേട്ടോ, നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്താണെന്ന്. ശംഖുമുഖം ബീച്ചിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ബീച്ചുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ശംഖുമുഖം ബീച്ചിൽ എപ്പോഴും കിട്ടും കേട്ടോ ഈ സാധനം. കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുകിടന്ന് വിൽക്കും കേട്ടോ. ഇത് എൻ്റെ മോൻ്റെ ക്രൈസാണ് കേട്ടോ. ഞങ്ങളത് ഇങ്ങനെ വാങ്ങിച്ച് എറിഞ്ഞ് പൊട്ടിക്കും. പിന്നെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡോറ് വെട്ടി എടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിക്കും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ടാർട്ടോ പോലെ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ഇത് കണ്ടോ, ഷാമുണ്ടായ അങ്ങനെയാണ് നമ്മുടെ പേര് കേട്ടോ. ഇൻസ്റ്റയും ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയെ ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിച്ച് പുള്ളി 11 മണിക്ക് വെച്ച് വരുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് രാത്രി 8 വരെയൊക്കെ പുള്ളി നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്കുള്ള വിഷമമായൊരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടൊന്നും പോവുക. പുള്ളിയുടെ എയർപോർട്ടിന് എന്തെങ്കിലും കൊടുക്കേണ്ട ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അവിടെ വന്ന് നിൽക്കുന്നത്. എന്തെങ്കിലും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് യോജിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പാനിപ്പൂരി വാങ്ങിച്ച് കഴിക്കുന്നത് ശംഖുമുഖം ബീച്ചിൽ നിന്ന് 30 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 40 രൂപയ്ക്ക് കൊടുക്കുന്നിടത്ത് വേറെ സ്ഥലത്ത് പോകുമ്പോൾ 50 രൂപയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ. നമ്മളിപ്പോൾ 30 കൊടുത്തെടുക്കുന്നല്ല 40 കൊടുത്തെടുക്കുന്ന വാങ്ങിയത്. ഇപ്പോൾ 10 രൂപ അത് അങ്ങനെ 10 രൂപ ഒന്നും പോകില്ലേ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് അങ്ങനെയെങ്കിലും ചിന്തിച്ച് ഒരു 10 രൂപ അവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കണം കേട്ടോ. അപ്പം നമ്മളാരും 10 രൂപ കൊടുക്കാനില്ലാത്തവരായിരിക്കില്ലല്ലോ. അപ്പം അഥവാ ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെ പോട്ടെ, പക്ഷെ കൊടുക്കാനുള്ളവർ കൊടുക്കണം കേട്ടോ. പിന്നെന്താ ഓക്കെ ആയിട്ടില്ല കേട്ടോ. പോയി ചെറിയൊരു സംഭവം പുള്ളിയുടെ കഴിവിനെ സമ്മതിക്കാൻ കേട്ടോ. ഇങ്ങനൊരു സംഭവം നിർമ്മിച്ചിട്ട് അതിനെ ഇങ്ങനെ പാവപ്പെടുത്തുന്നത് അതൊക്കെ ഒരു കഴിവല്ലേ സത്യത്തിൽ. അതൊക്കെ അംഗീകരിക്കണം കേട്ടോ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരെ. അപ്പോൾ എന്താ മോശത്തിൻ്റെ കൊടുക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ ഞാനും ഒരു ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് തോളത്തെടുത്തിട്ടേരേ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മളായിട്ട് വേറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരൊന്നും കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. കൊടുക്കുന്നുണ്ട്, ചിലർ കൊടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കണ്ണിൽ കണ്ടില്ല. പൊളി വൈബാണ് കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ കുറച്ച് നേരം പോയി കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ എന്താണ് പറയുന്നത്, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ പറയും. നമ്മുടെ കടക്കാട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മനസ്സിന് നല്ല കുളിരേകുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. പിന്നെന്താ, ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു താത്തയുടെ ഷോപ്പുണ്ട് കേട്ടോ. അത് ഒരുപാട് പേര് ഇവിടെ കയറുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല വൃത്തിയുള്ള ഫുഡാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ മാവാട്ടി അരിയാട്ടി നമ്മൾ ദോശ ചുടത്തില്ലേ, അതേ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം വീണ്ടും സൊറ പറഞ്ഞിരുന്നു. പാനിപ്പൂരി കിട്ടാൻ ലേറ്റായി കേട്ടോ, കുറേ ലേറ്റായി പുള്ളി തയ്യാറാക്കി വന്നപ്പോൾ. ഇനി ഞാനും സയനും കൂടെ അവിടെ ഇരുന്നു. എന്താണ് പടക്കം, എന്തിനാണ് നമ്മളെ മിനി പടക്കം, അതെറിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നു. ഇട്ടാപ്പൊട്ടി എന്നാണ് കേട്ടോ അതിനെ പറയണേ. ഞങ്ങൾ ട്രിവാൻഡ്രംകാർ അതിനെ പറയുന്നത് ഇട്ടാപ്പൊട്ടി എന്നാണ് കേട്ടോ. പാനിപ്പൂരി നോക്കിയിരുന്നു എനിക്ക് ക്ഷമ നശിച്ചു കേട്ടോ. അങ്ങനെ
അങ്ങനെ അതാ ലാസ്റ്റ് സംഭവം ഫൈനൽ മിനുക്ക് പണിയിലേക്ക് കടന്നിരിക്കുന്നു. എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ടൊമാറ്റോ സോസ് കെച്ചപ്പും കൂടെയൊക്കെ ഒഴിച്ചതാ സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. സ്പൂൺ ഇട്ടതാ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ. അപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ കാണാം.